ഹലോ നമസ്കാരം, ശ്യാമാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ ചവ്വരി നേന്ത്രപ്പഴ ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ പായസത്തിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് അതായത് ഒരു 150 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ. അതിനുശേഷം ആ ചവ്വരിയിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ചവ്വരി നന്നായിട്ട് 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പായസത്തിനായിട്ട് നമ്മൾ നേരത്തെ ചവ്വരി എന്ന് പറയുന്ന സാബൂനരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് 100 ഗ്രാം ഒരു കപ്പിന്. അപ്പോൾ അത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് അത് ഊറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ 2 പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അധികം പഴുത്ത പഴം ആവശ്യമില്ല. ഇത് ഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് ചെറിയൊരു കഷ്ണം നമുക്കത് ആയതിനു ശേഷം ഇങ്ങനെ കടിക്കാത്തക്ക വിധത്തിൽ നമ്മൾ പുഴുങ്ങി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പായസത്തിലേക്കായിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട 2 സാധനങ്ങളുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത് ഞാൻ വറക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാൻ വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇടാൻ പോവുകയാണ്. ഏകദേശം ഒരു 2 സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു ചെറുതായിട്ട് ബ്രൗൺ കളറായാലും. എല്ലാവർക്കും മഴ ഉണ്ടാവൂലേ? ഇവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. വീണ്ടും 3-4 ദിവസം കൂടി മഴ ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ മഴ സമയത്ത് നമുക്കതിപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ പായസമാണ്. സാബൂനരി വിത്ത് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഈ നെയ്യിലേക്ക് ഒന്ന് തട്ടിയിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുക. നല്ല പിന്നെ ഇത് നൈസാവൊന്നും വേണ്ട. ഇത് നമുക്ക് ആ പായസത്തിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഒരു കടി വേണം. അതിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഞാൻ നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കുകയാണ്. ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, വല്ലാതെ പഴുത്ത പഴം വേണ്ട. നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും ആകെ അത് എല്ലാതെ കുഴഞ്ഞ പോലെയാവും. ഇതേപോലെ ആയിരിക്കണം. പായസത്തിൻ്റെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് പാലൊഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ കപ്പിന് 2 കപ്പ്. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലിട്ടിട്ടാണ് നമ്മൾ ഈ ചവ്വരി അല്ലെങ്കിൽ ഈ സാബൂനരി ഉപയോഗിക്കുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ കപ്പിന് 2 കപ്പ്. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലിട്ടിട്ടാണ് നമ്മൾ ഈ ചവ്വരി അല്ലെങ്കിൽ ഈ സാബൂനരി ഉപയോഗിക്കുന്നത്. മസാല നന്നായിട്ട് നോക്കൂ, കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റ് നമ്മുടെ ഈ പായസത്തിലേക്ക് ഒഴിക്കാനുള്ളതാണ്. നമ്മൾ കെമിക്കൽ ഒരു കളറുകളും ചേർക്കുന്നില്ല. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ സാബൂനരി ഇതിലേക്ക് ഇടുകയാണ്. ചവ്വരി എന്ന് പറയുന്ന സാബൂനരി നന്നായിട്ട് കൊഴുത്ത് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിക്കാം. നമ്മളെ സാബൂനരി നന്നായിട്ട് പാല് കിടന്നിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാൻ പോവുകയാണ്. കുറച്ച് പഞ്ചസാര ഞാൻ നേരത്തെ ചവ്വരി എടുത്തിട്ടുള്ള, അതായത് സാബൂനരി എടുത്തിട്ടുള്ള ആ കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അത് പകുതി പഞ്ചസാര ഞാൻ ഇടുകയാണ്. ആ ഗ്ലാസ്സിൽ ഞാൻ അളന്ന് മാറ്റി വെച്ചതാണ്. പകുതി പഞ്ചസാര ഞാൻ ഇട്ടു. ഇനി അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, ഈ നെയ്യിലൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള ആ പഴം ഞാൻ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇടുകയാണ്.
ഇനി രണ്ടും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. പഴവും സാബുനരിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അല്ലാതെ കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒരു കഷ്ണമായിട്ട് കിടക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അത് ഉടച്ച് ചേർന്നാൽ ഈ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കപ്പ് ചേർത്തിട്ടുള്ളൂ പഞ്ചസാര. ഇനി ബാക്കി ഒരു കപ്പും കൂടി പഞ്ചസാര ചേർത്തു. ഇനി നന്നായിട്ടതൊന്ന് മെൽറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് ബാക്കി കുറച്ച് മാറ്റി വെച്ച പാലുണ്ടായിരുന്നു. ആ പാല് നമുക്ക് കുറച്ച് ഒഴിക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. പാല്, സാബുനരി, പഴം, പഞ്ചസാര ഒക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഒക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് കാര്യം ചെയ്യാം. മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കുറച്ച് പാല്. ആ പാല് തിളപ്പിച്ച് മാറ്റി വെച്ച് തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഒഴിച്ചു. കൂടി എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഈ കാരമൽ ചെയ്തിട്ടുള്ള പഞ്ചസാര കുറച്ച് പാലൊക്കെ ചേർത്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ പായസത്തിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പായസത്തിൻ്റെ കളറ് വ്യത്യാസപ്പെട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതെന്താ വെച്ചാൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. നല്ല തിക്കുണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ കയ്യിലിനൊരു കയ്യിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണപ്പായസമാണ്. സാബുനരി നേന്ത്രപ്പഴം പായസമാണ്. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, പഴം കൂടുതലായിട്ട് പാകമായ പഴം വേണ്ട. ഇത് നോക്കൂ, ഞാൻ കാണിച്ചിരുന്നില്ലേ? ഇതേപോലെ നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ കടിക്കണം പഴം. അതാണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് അവസാനമായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഞാൻ ഇതിലേക്ക് വിതറിടുകയാണ്. കുറച്ച് ഏലക്കായ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഇടണം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇടുന്നുള്ളൂ കേട്ടോ. നെയ്യ് ഇട്ടു. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. കമൻറ്റ് പറയണേ. ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റ് പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.